രാത്രിയിൽ ടെറസിന്റെ മേലെ പായും വിരിച്ച് മലന്ന് കിടന്നിട്ട് അച്ഛനും അമ്മയും മക്കളും വട്ടത്തിൽ ഇരുന്നിട്ട് ആകാശത്ത് നോക്കി പാട്ടുപാടാൻ പാടി നോക്ക്. നിങ്ങളെ കുട്ടി ഒരു കുട്ടിയും മയക്കുമരുന്ന് കേസ് പ്രതിയാവില്ല എന്ന് ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടേരാ. ഒരു നാടിന്റെ പുഷ്പമാണ് ഒരു വിദ്യാലയം. ആ പുഷ്പത്തിന്റെ സുഗന്ധമാണ് ഈ നാടിന്റെ സൗരഭ്യം. പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, ഇവിടെ വന്നുചേർന്നിരിക്കുന്ന രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരു സ്കൂളിന്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്കൂളിലെ കുട്ടികൾ കുറെ കലാപരിപാടികൾ തയ്യാറായിട്ടുണ്ടാവും, അത് അവതരിപ്പിക്കും. ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഹെഡ്മാഷ് വായിക്കും. ഒന്ന് ഒത്തുകൂടി സ്കൂളിനെ പറ്റി നാട്ടുകാരുമായി ബന്ധം പുലർത്തുക എന്നതാണ്, അല്ലേ? അല്ല, അതിനപ്പുറത്ത് ഒരു നാടിന്റെ പ്രധാനപ്പെട്ട പൂവ് വിരിയുന്ന പ്രക്രിയയാണ് ഒരു വിദ്യാലയത്തിന്റെ വാർഷികം. ഒരു നാടിന്റെ പുഷ്പമാണ് ഒരു വിദ്യാലയം. ആ പുഷ്പത്തിന്റെ സുഗന്ധമാണ് ഈ നാടിന്റെ സൗരഭ്യം. ആ പുഷ്പം പൂക്കുന്ന പ്രക്രിയയാണ് വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഒരു നാടിന്റെ ഉത്സവമായി മാറുകയാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളാകുന്ന ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികളെ അവന്റെ സ്വഭാവ വ്യക്തിത്വ വിശേഷങ്ങളുടെ സർവാതിശായിയായിരിക്കുന്ന വികാസ പ്രക്രിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൽ ഹെഡ്മാഷും മാഷന്മാരും കരിക്കുലവും രക്ഷിതാക്കളും മാത്രം ചേർന്നാൽ വിദ്യാലയ വികാസമാകുന്നില്ല. കാരണം എല്ലാം നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക കേന്ദ്രം വിദ്യാലയമാണ്. നമ്മുടെ വീടുകൾ വളരുന്നു, റോഡുകൾ വളരുന്നു, പാലങ്ങൾ വളരുന്നു. നമ്മുടെ വീടുകളെല്ലാം നല്ല മിനുസമുള്ള ടൈൽസ് ഒട്ടിക്കുന്നു, നല്ല പെയിന്റ് അടിക്കുന്നു. പക്ഷെ ഞാൻ പഠിച്ച വിദ്യാലയം മാത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പണ്ടത്തെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ബാഹ്യമായ വികാസം ഉണ്ടായിട്ടുണ്ട്, ആന്തരികമായ സാംസ്കാരികമായ വികാസം ഉണ്ടായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യന്റെ വികാസം അവന്റെ പുറത്തുള്ള വികാസമല്ല, അവന്റെ അകത്തുള്ള വികാസമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും സ്വഭാവവിശേഷം, വ്യക്തിത്വം വളരുന്നതിന് അവന്റെ അധ്യാപകരോ പാഠപുസ്തകങ്ങളോ അവന്റെ രക്ഷിതാക്കളോ മാത്രമല്ല കാരണക്കാര്. ഈ പ്രദേശത്ത് വിരിയുന്ന മാവും ഈ പൂക്കുന്ന മാവും അവിടെ അതിന്റെ ചൂട്ടിൽ വീഴുന്ന മാങ്ങയും, ഇവിടെ ഈ പ്രദേശത്തെ പ്ലാവും അതിലെ ചക്കയും, ഈ പ്രദേശത്തെ കൂടുകൂട്ടിയ കിളികളും ആ കിളികളുടെ കുഞ്ഞുങ്ങളും, ഈ പ്രദേശത്തിലെ പശുക്കുട്ടികളും ആട്ടിൻകുട്ടികളും എല്ലാം ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് പ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുമോ? ഞങ്ങളുടെയൊക്കെ പേഴ്സണാലിറ്റി വികസിച്ചത് മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാവിന്റെ ചുവട്. ഏപ്രിൽ 1-ാം തീയതി തുറന്ന് മെയ് 31-ാം തീയതി പൂട്ടുന്ന ഒരു സ്കൂളുണ്ട്, അറിയാവോ? ആ സ്കൂളിൽ മുഴുവൻ കുട്ടികളും ചേരണം. ട്യൂഷൻ സെന്റർ ഒന്നും അല്ല. ഏപ്രിൽ 1-ന് തുറന്നിട്ട് മെയ് 31-ന് പൂട്ടുന്ന സ്കൂളിന്റെ മേൽക്കൂര ആകാശമാണ്. ആ ആകാശത്തിലേക്ക് കുട്ടികൾ നോക്കണം. നിങ്ങൾ സ്കൂള് പൂട്ടിയാൽ സന്ധ്യ കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കുട്ടികളുമെല്ലാം വീട്ടിന്റെ അകത്ത് ടിവിയും കണ്ടിരുന്ന പോരാ, മുറ്റത്തിറങ്ങണല്ലേ, ടെറസ് കയറണം. എന്നിട്ട് ആകാശത്തേക്ക് നോക്കൂ, ചന്ദ്രക്കല നോക്കൂ, നക്ഷത്രങ്ങളെ നോക്കൂ, ഇടക്ക് പ്രത്യക്ഷപ്പെടുന്ന ധൂമകേതുക്കളെ, വാൽനക്ഷത്രങ്ങളെ നോക്കൂ. ആ ചന്ദ്രനിലേക്ക് മാനിനെ കാട്ടിക്കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക്? ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ മുന്നിൽ വന്നു നിന്നതോട് പാട്ട് പാടിയിട്ടുണ്ടോ?
നിലാവിനെ കുറിച്ച് എത്രയെത്ര പാട്ടുകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും പാടാറുണ്ടോ വീട്ടിൽ അച്ഛനും അമ്മയും നിലാവിനെ കുറിച്ച്? ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, വൃശ്ചികപ്പൂനിലാവേ പിച്ചകപ്പൂനിലാവേ, മച്ചിന്റെ മേലിരുന്നൊളിച്ചു നോക്കാൻ ലജ്ജയില്ലേ ലജ്ജയില്ലേ എന്ന് പാടിയിട്ടുണ്ടോ? പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി, രാത്രിയിൽ ടെറസിന്റെ മേലെ പായും വിരിച്ച് മലന്ന് കിടന്നിട്ട് അച്ഛനും അമ്മയും മക്കളും വട്ടത്തിൽ ഇരുന്നിട്ട് ആകാശത്ത് നോക്കി പാട്ടുപാടാൻ പാടി നോക്ക്. നിങ്ങളെ കുട്ടി ഒരു കുട്ടിയും മയക്കുമരുന്ന് കേസ് പ്രതിയാവില്ല എന്ന് ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ടുതരാ. പാടുവാ? ഇല്ല. അതിൽ നാണം, പാട്ടുപാടാൻ നാണം, കഥ പറയാൻ നാണം, കവിത ചൊല്ലാൻ നാണം, മക്കളെ മുമ്പിൽ അച്ഛനും അമ്മയും ഒന്ന് അടുത്തിരുന്നിട്ട് കൈകൾ കോർത്തു പിടിക്കാൻ നാണം. നിങ്ങൾ എന്താ കളിക്കുന്ന പിള്ളേർ നോക്കുന്നില്ലേ എന്ന് പറയും. മക്കളെ മുമ്പിൽ പ്രേമിക്കാൻ നാണം. പക്ഷേ മക്കളെ മുമ്പിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചണ്ട കൂടാൻ ഒരു ഉളുപ്പുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറിയാക്കും, ചീത്ത പറയും, തോന്നിയാസം പറയും, അച്ചാച്ചനെ കുറ്റം പറയും, അമ്മമ്മേനെ കുറ്റം പറയും, പിരിയ പോകുന്ന സകലയാളെയും കുറ്റം പറയും. അതാരാ പോകുന്ന ഗോയിന്നെ? അതേതാ സാധനം, ഓനെപ്പോലത്തെ വൃത്തികെട്ട സാധനം പറയും. കുറച്ച് കഴിഞ്ഞ് ബഷീർ പോകുന്നു, ബഷീർ അയിലും പോക്ക്, പഞ്ചായത്ത് മെമ്പറെ ഒന്നിനും കൊള്ളൂല, പ്രസിഡന്റ് മഹാബദ്ധം, MLA പോക്ക്, മന്ത്രി പോക്ക്, എല്ലാരും പോക്ക്. ലോകത്തൊരാളേ ഉള്ളൂ നല്ല, അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളിലൂടെ നമ്മുടെ കുട്ടികൾ സാമൂഹ്യ വിരുദ്ധരാവുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? I am okay, you are not okay. കുട്ടികള് മനോഭാവ. I am okay, you are not okay. ഇത് പുതിയ തലമുറ നല്ല വിവരമുള്ള കുട്ടികളാ. പക്ഷെ അവരുടെ ചങ്ക് ഗ്രൂപ്പിന് പുറത്തുള്ളവരെല്ലാം ശത്രുക്കളാ. കണ്ടിട്ടുണ്ടോ? ചങ്ക് ഗ്രൂപ്പ്, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലല്ലാത്തവരെല്ലാം ശത്രുക്കളായി കാണുന്ന സങ്കുചിത മനോഭാവത്തിൽ നിന്നാണ് എന്റെ പാർട്ടിക്കാർ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം ശത്രുക്കൾ. അതിൽ നിന്ന് എന്റെ മതക്കാർ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം ശത്രുക്കൾ. എന്റെ ജാതിക്കാർ മാത്രം ശരി, മറ്റുള്ളവരെല്ലാം ശത്രുക്കൾ എന്ന സങ്കുചിത മനോഭാവത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാതിരിക്കാൻ ഈ ലോകത്തിലുള്ള പരുക്കനായ ഈ ലോകത്തെ പറ്റി മാത്രം പറയാല്ല, ആരാമങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ട് ഇവിടെ. ആ പൂന്തോട്ടങ്ങളെ രാവിലെ ഓർക്കേളി നമ്മൾ ആദ്യത്തെ പണി എന്താ? ആദ്യത്തെ പണി ഓർക്കേളി നമ്മൾ ആദ്യത്തെ പണി എന്താ? എന്താണ് ഒന്ന് പറയില്ലേ? ആരും ഓർക്കളിയല്ലേ? സ്ഥിരമായി ചെയ്യുന്ന ആദ്യത്തെ പണി എന്താ? പണ്ടത്തെ തലമുറയുള്ള മുതിർന്ന ആളുണ്ടെങ്കിൽ അവർ പറയും, ഓർക്കേളി ആദ്യത്തെ പണി മുന്നിലത്തെ വാതിൽ തുറക്കലാണ്. മുന്നിലത്തെ വാതിൽ തുറക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനമാണല്ലോ നമ്മൾ ഉറക്കത്ത് നടത്തുന്ന ഒരേ ഒരു പ്രക്രിയ. ഓക്സിജൻ വലിച്ചു കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദിപ്പിച്ചു വിടും. ജനറേറ്ററിന്റെ ഒച്ചയിലാണ് ചില ആള് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദിപ്പിക്കുക. കണ്ടിട്ടുണ്ടോ? കൂർക്കമ്പല്ലി കേട്ടിട്ടില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ വാതിൽ തുറക്കണ്ടേ? സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജനോട് അകത്ത് വരാൻ പറയണ്ടേ? ഇപ്പൊ ഞാനത് ചോദിക്കുമ്പോ പേടിയുണ്ട് എനിക്ക്. രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാണ്. ലുങ്കി തപ്പലാണ് ആദ്യത്തെ പണി. ഇതല്ല ഇഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ടാവും. വാതിൽ തുറന്ന് മുറ്റത്തേക്ക് വന്നിട്ട് രാത്രിയിലെ നിലാവിനെയും നക്ഷത്രങ്ങളെയും വാൽനക്ഷത്രങ്ങളെയും കാണിച്ചതുപോലെ പ്രഭാതത്തിലെ സൂര്യനെയും സൂര്യന്റെ 7 നിറങ്ങളും ആ 7 നിറങ്ങളെ 7000 നിറങ്ങളാക്കി സ്വീകരിച്ചിട്ട് നമ്മൾക്ക് കനിയാക്കി വെച്ചിരിക്കുന്ന പുഷ്പങ്ങളെയും കാട്ടിക്കൊടുത്തിട്ടുണ്ടോ? മുറ്റത്തിറങ്ങിയിട്ട് പൂക്കളെയും പൂമ്പാറ്റകളെയും കാണണ്ടേ? ആ പൂക്കളോട് സംവദിക്കണം, കുട്ടികളോട് പറയണം, വർത്തമാനം പറയാൻ. പൂവിനോട് പറയൂ, അരിമുല്ലപ്പൂവേ പൂവേ അരിമുല്ലപ്പൂവേ. പൂവിനോട് വർത്താനം പറഞ്ഞാൽ ആ കുട്ടിക്ക് വട്ട. അങ്ങനെയാണെങ്കിൽ കുമാരനാശാനല്ലേ ഏറ്റവും വലിയ വട്ട്. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ എന്ന് വീണപൂവിലെ ആദ്യത്തെ ശ്ലോകം എഴുതിയ കുമാരനാശാന വട്ടാണോ? ആ വട്ടാണെങ്കിൽ ആ വട്ടം മാറാ ലോകത്തെ മാറ്റിയത്. പുഷ്പങ്ങളോട് വർത്തമാനം പറയണം. കിളികളോടും പൂമ്പാറ്റകളോടും കുട്ടികൾ വർത്തമാനം പറയട്ടെ. ആ വർത്തമാനം പറയുമ്പോൾ അമ്മയും അച്ഛനും കുറച്ചു നേരം മുറ്റത്തും വരാന്തയിലും ഉലാത്തും.
രാവിലെ ഓർക്ക് കഴിഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ഒരു അരമണിക്കൂർ ചെലവഴിക്കും. ഇത് എണീറ്റ ഉടനെ ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയാണ് എടുക്കുക. ഇസ്രായേലിലെ പട്ടാളക്കാരെന്താ ചെയ്യുക? പല്ല് തേക്കുന്നതിന് മുമ്പ് ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുത്തിട്ട് അവർ പല്ല് തേക്കുന്ന ഭീകരന്മാർ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസൈലിന് തീ കൊടുക്കും. നമ്മൾ രാവിലെ ഓർക്ക് കഴിഞ്ഞാലും 3 തീ കൊടുക്കലുണ്ട്. ടിക്ക് 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 3 അടുപ്പിന് തീ കൊടുത്തു അല്ലേ? എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിങ്ങൾ. ജനിച്ച് ഉണർന്ന ഉടനെ ഒരു കുട്ടിയുടെ വയറല്ല നിറയേണ്ടത്. ഒരു കുട്ടിക്ക് ചൂടുള്ള കാപ്പിയും ചായയും കൊടുക്കരുത്. രാവിലെ ഓർക്കളിഞ്ഞ ഉടനെ ചൂടുള്ള കാപ്പിയും ചായയും ഒന്നും കൊടുക്കരുത്. പകരം നല്ല പച്ചവെള്ളം കൊടുക്കുക. പ്രസിഡന്റ് പറഞ്ഞു ഇന്നാട്ടിലെ പച്ചവെള്ളം കുടിക്കാം. എനിക്ക് എല്ലാവരുടെയും പോയാൽ പച്ചവെള്ളം കുടിക്കാൻ ധൈര്യമില്ല. എൻ്റെ വീട്ടിലെ പച്ചവെള്ളം ഞാൻ കുടിക്കും. എൻ്റെ കിണറ്റിനെ പറ്റി എനിക്ക് വിശ്വാസമുണ്ട്. കോളിഫോം ഇല്ല, ബാക്ടീരിയ ഇല്ല. ഇവിടെ കുറ്റിയാടി ചുരത്തിൻ്റെ താഴെ ആയതുകൊണ്ട് വലിയ മാലിന്യങ്ങൾ കലരാത്ത വെള്ളമായതുകൊണ്ടായിരിക്കാം പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്. കുട്ടികൾക്ക് പച്ചവെള്ളത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം ചൂടാക്കിയിട്ട് ആറിയ വെള്ളം കൊടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഐസും വെള്ളം കൊടുക്കരുത്. ചൂടാക്കിയ ചൂടുവെള്ളവും കൊടുക്കരുത്. രാവിലെ കുട്ടികൾക്ക് നല്ലോണം വെള്ളം കൊടുക്കുക. നമ്മുടെ ശരീരത്തെ കഴുകാൻ നമുക്ക് ബാത്ത് സോപ്പ് ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, ചന്ദ്രികയുണ്ട്, മെഡിമിക്സ് ഉണ്ട് അല്ലേ, പലതും ഉണ്ട്. നമ്മുടെ മുടി കഴുകാൻ ഷാമ്പൂ ഉണ്ട്. നമ്മുടെ വസ്ത്രം കഴുകാൻ നമുക്ക് പൊടിയുണ്ട്, സർപ്പുണ്ട്, വീലുണ്ട് അല്ലേ. നമ്മുടെ ടോയ്ലറ്റ് കഴുകാൻ നമുക്ക് ഹാർപ്പിക്കുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളു കഴുകാൻ എന്തുണ്ട്? ശരീരത്തിന്റെ ഉള്ളു കഴുകാനുള്ള സംവിധാനം ശരീരത്തിനകത്തുണ്ട്, അതാ കിഡ്നി. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. കഴുകണമെങ്കിൽ വെള്ളം വേണ്ടേ? ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെ, വേണ്ടേ? വെള്ളം ഒഴിച്ച് കഴുകി കിഡ്നി അതിന്റെ വൃത്തികേടെല്ലാം മൂത്രമായിട്ട് പുറത്തേക്ക് കളഞ്ഞ ശരീരം ശുദ്ധമായി. അതുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം രാവിലെ ഉറക്കം കഴിഞ്ഞ ഉടനെ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കണം. ഒറ്റ ഇരിപ്പിന് കുടിക്കരുത്. ഒരു 5 മിനിറ്റ് കൊണ്ടേ കുടിക്കാവൂ കേട്ടോ. അല്പാൽപമായിട്ട് 4 ഗ്ലാസ് മിനിമം 8 ഗ്ലാസ് വരെ കുടിക്കുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ. വെള്ളം കുടിക്കുക കുട്ടികൾ. അതിനുശേഷം മുറ്റത്തൊന്ന് നടക്കുക. പ്രഭാതത്തെ സൂര്യനെ നോക്കിക്കാണുക. ആ സൂര്യനെ നമസ്കരിക്കുന്നത്ര പാട്ടുകളുണ്ട്. ആ സൂര്യൻ സൗദി അറേബ്യയിലും ഇറാഖിലും ഇറാനിലും അമേരിക്കയിലും റോമിലും എല്ലാം ഉദിക്കുന്ന ഒറ്റ സൂര്യനാണ്. ഈ ഭൂമിക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, അത് സൂര്യനാണ്. ആ സൂര്യനെ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ ഒരു അടി ഉണ്ടാവില്ല. മതത്തിന്റെ പേരിൽ എല്ലാവർക്കും ഉള്ള ഒറ്റ സൂര്യനല്ലേ. പല ദൈവങ്ങൾ ഉണ്ടായിട്ടല്ലേ കുഴപ്പമുണ്ടാകുന്നത്. പല ദൈവത്തിന് പല പേര്, പര്യായ ഭാഷ മാറിയുണ്ടാ ദൈവത്തിന് പല പേര്. കുട്ടികളോട് പറയണം കേട്ടോ. എൻ്റെ ദൈവം നിന്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു ദൈവം ഇല്ല കേട്ടോ. എൻ്റെ നാട്ടിലെ കാരാപ്പീരി പോലെയാ ദൈവത്തിന്റെ പേര്. എൻ്റെ നാട്ടിലെ ഇപ്പോ അറബികൾക്ക് ശ്രീ എന്നറിയാത്തതുകൊണ്ട് അവർ അല്ലെന്ന് ഉച്ചരിക്കും. കൃഷ്ണനെന്നും രാമനെന്നുള്ള വാക്കറിയാത്തതുകൊണ്ട് അവർ ഇലാഹ് എന്ന് പറയും. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതിന് അവർ അൽ ഇലാഹ്, അതാ അല്ലാഹ് എന്ന് പറയും. സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മളെ കുറ്റാണോ? എൻ്റെ നാട്ടിലെ കാരാപ്പീരിക്ക് നിങ്ങളെന്താ പറയാ? ഒരു പച്ചക്കറി ഉണ്ട്, നീന്ന് നിൽക്കുന്ന പുറത്തെല്ലാം വരയുള്ള, എന്താ പടവലല്ല, അത് വെളുത്തല്ലേ, വരയുണ്ടാവില്ലല്ലോ. പൊട്ടിക്ക ഇല്ലേ? പൊട്ടിക്കയില്ലേ? നമുക്ക് കാരാപ്പീരിയ. പൊട്ടിക്ക നിങ്ങൾക്ക് എങ്ങനെ പേര് വന്ന കാരണം എന്താണെന്നറിയോ? പൊട്ടിക്കൊക്കെ പേര് വരാൻ കാരണം ഇത് ഭയങ്കര നീളം ഉണ്ടാവും. പീടിയത് വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ സഞ്ചിയിലിങ്ങ് പൊന്തി നിൽക്കൂ. അന്നേരം പൊട്ടിക്കണം. ഈ പൊട്ടിച്ചിട്ടേ വാങ്ങാവും. പൊട്ടുന്നില്ലെങ്കിൽ തിരിച്ചു കൊടുത്തേക്കണം. കാരണം മടങ്ങി കളിക്കുന്നുണ്ടെങ്കിൽ അത് തേച്ച് കുളിക്കാനേ പറ്റൂ. അത് മൂത്തുപോയിട്ടുണ്ടാവും. പൊട്ടുന്നുണ്ടെങ്കിൽ നല്ല സാധന, മനസ്സിലായോ? അതാ പൊട്ടിക്ക. എന്നാൽ ചില നാട്ടിൽ അതിന് പറയാ പീച്ചിങ്ങാണ്, ചില നാട്ടിൽ ഞരമ്പേന്ന് പറയും, ചില നാട്ടിൽ താലോലിക്കാന്ന് പറയും. താലോലിക്ക, പീച്ചിങ്ങ, ഞരമ്പൻ, പൊട്ടിക്ക, നമ്മളെ കാരാപ്പീരി. 5 പേര് കേരളത്തിൽ മാത്രായോ ഇല്ലേ? അതുപോലെയാണ് ദൈവത്തിന് പല നാട്ടിൽ പല പേര്. സൂര്യൻ എന്ന ദൈവത്തെ, ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കിയിട്ട് ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലൂ. പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ലി പ്രഭാതത്തെ കുറിച്ച് അല്ലെ? പ്രഭാതം തുടങ്ങുന്ന എത്ര പാട്ടുണ്ട്. സുപ്രഭാതം അല്ലേ? എത്ര പാട്ടുണ്ട്.
നീലഗിരി കുന്നുകളുടെ സഖികളെ വർണ്ണിച്ചുകൊണ്ട് വയലാർ എഴുതിയിട്ട് ജയേന്ദ്രൻ പാടിയ പാട്ടില്ലേ? നീലഗിരി പോയാൽ നിങ്ങൾ ഊട്ടി പോയാൽ ദൊടവട്ട പീക്കിൽ രാവിലെ പോകണം. ദൊടവട്ട പീക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ദൊടവട്ട. അവിടെ പോയാൽ എന്താണെന്ന് അറിയോ? അവിടെ പോയാൽ മേഘങ്ങൾ താഴെയും നമ്മൾ മേലെയായി കാണും. നമ്മുടെ താഴെ മേഘങ്ങൾ, കുന്ന് നമ്മൾ മേലെ മേഘങ്ങൾ, മേഘങ്ങളുടെ മേൽഭാഗം കണ്ടിരുന്നു. മേഘങ്ങളുടെ അടിഭാഗമല്ലേ കണ്ടിട്ടുള്ളൂ? മേഘങ്ങളുടെ മേൽഭാഗം കാണുമ്പോൾ ദൊടവട്ട പോണോ അല്ലേ വിമാനത്തിൽ കയറണം? മേഘങ്ങളുടെ മേൽഭാഗം കാണും. അവിടെ പോയാലുണ്ടല്ലോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ, ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതൊക്കെയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞതോ. ആ പാട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോ ഈ മേഘങ്ങളുടെ എല്ലാം ഒരു ഭാഗത്ത് മാത്രം സൂര്യകിരണങ്ങൾ തട്ടിയിട്ട് ജ്വലിക്കും. അത്തരം മേഘങ്ങളെയാണ് ജ്വാലാമുഖികളായ മേഘങ്ങൾ എന്ന് പറയുക. ആ മേഘങ്ങൾ നീലഗിരിയുടെ സഖികളായി സങ്കല്പിച്ചുകൊണ്ട്, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം എന്ന് പാട്ടുപാടിയിട്ടുണ്ടോ രാവിലെ? പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികളെ കാട്ടിക്കൊടുത്തിട്ടുണ്ടോ? ആ മഞ്ഞുതുള്ളികളിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് നോക്കിയിട്ട്, ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ തിന്നുക, കക്കൂസ് പോവുക, വെക്കുക, വിളമ്പുക, മക്കളെ ഉണ്ടാക്കുക, ഈ പണി, ഉറങ്ങുക, ഈ പണി മാത്രം എടുത്താൽ നിങ്ങൾ രക്ഷകർത്താവായി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയിട്ട് ആരെ പോയി കിടക്കണം, തിന്നാൻ മാത്രം അല്ല. ഈ പ്രപഞ്ചത്തിന്റെ വിശ്വസൗന്ദര്യത്തിന്റെ ആർദ്രതയുടെ അത്ഭുത ലോകത്തെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ചാലിച്ചു കൊടുക്കുന്ന രക്ഷകർത്താവായിട്ട് നമുക്ക് ഈ വെക്കേഷൻ കാലത്ത് മാറാൻ പറ്റുമോ? ഒത്തുചേർന്നിട്ട് സന്ധ്യാസമയത്ത് ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് ചന്ദ്രക്കല പൊങ്ങിയിട്ട് റംസാൻ മാസത്തിന്റെ അവസാനം പെരുന്നാൾ പിറ കാണുന്നുണ്ടോ നോക്കി നിൽക്കുമ്പോ കുട്ടി മടിയിൽ ഇരുന്നിട്ട് ഉമ്മ ആന്നാ എന്തെന്ന്, ആന്നാ പറമ്പില് എന്തെന്ന്, വാഴയിൽ ആടുന്ന്, എങ്ങനെ ആടുന്ന്, ഇങ്ങനെ ആടുന്ന്, വാഴയിൽ ആടുന്ന അടനങ്ങൾ, വാഴയിൽ ആടി ഒരു പ്രത്യേക താളത്തില ഇങ്ങനെ ആടും, തല കുലുക്കുമ്പോൾ ആന തലയാട്ടുമ്പോൾ. ഈ ആട്ടം കണ്ടിട്ട് കുട്ടി ചോദിക്കുക, അതിനെന്തോ ഒരു പ്രത്യേക രസത്തിൽ ഒരു ആടുന്നുണ്ടല്ലോ. അപ്പൊ ഉമ്മ എന്താ മറുപടി? ആടുന്ന ആടിക്കോട്ട വേലാലെ എനിക്കെന്നാ തീർന്ന്. ഓന്റെ അന്വേഷണത്തിന്റെ സർഗാത്മകതയുടെ തെഴുപ്പടത്തി. ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴും അടത്തി 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 ആ ചെടി മോരടിച്ചു പോകും. അതിനു പകരം ഉമ്മ പറഞ്ഞു കൊടുക്കണം, ചന്ദ്രക്കല പൊങ്ങുന്ന ആകാശത്ത് വാളംപുളിന്റെ ഷേപ്പിൽ അല്ലേ, വാളൻ പുളി പോലെ അമ്പീളി പൊങ്ങുമ്പോൾ കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാഴയിലൂടെ ആട്ടം കണ്ടിട്ട് തക്ബീറിന്റെ താളമാണെന്നൊരു ഉമ്മ കുട്ടിക്ക് പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ ഉറപ്പ് വരുത്താം, ഇവൻ ഒരു ഭീകരവാദ കേസിലും പ്രതിയാവൂല എന്നുറപ്പ്.